ഇന്ന് അങ്കമാലി മാങ്ങക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി 15 എടുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു കഷ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേപ്പില, ഉപ്പ്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് 1 ടേബിൾ സ്പൂണ് വിനീഗറും 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക. ഈ ഉള്ളിയൊക്കെ നന്നായി കുഴഞ്ഞ് കിട്ടുന്ന തരത്തിലാവണം കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. രണ്ടാം പാൽ 2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് നന്നായി തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 6 ചുള വട്ടത്തിലരിഞ്ഞ് ചുവന്നുള്ളി ഇട്ട് 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് വേപ്പിലയിട്ട് എരിവിന് ആവശ്യമെങ്കിൽ 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്കമാലി മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.